എൻ്റെ പേര് ജ്യോതി. ഞാൻ GVHSS മീഞ്ചന്തയുടെ HM. ഈ പ്രോഗ്രാം ഞങ്ങളുടെ സ്കൂളിന് കിട്ടിയത് കുട്ടികളുടെ ഒരു ഭാഗ്യമാണ്. കുട്ടികൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ പുതിയ അറിവുകൾ നേടുന്നു, അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ 3 മാസവും കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. വർക്കിംഗ് ഡേയ്സിലും ഹോളിഡേയ്സിലും കുട്ടികളും പാരൻസും ഈ ക്ലാസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കുട്ടികൾക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളാണ് കിട്ടുന്നത്, പുതിയ അറിവാണ് കിട്ടുന്നത്, അത് പുതിയ ടെക്നോളജിയാണ് കിട്ടുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആസ് എ ടീം എല്ലാവരും തന്നെ ഈ ഒഴിവ് ദിവസങ്ങളെ ക്ലാസ്സിൽ ഓരോ അധ്യാപകർ ഡ്യൂട്ടിക്ക് വരികയും അങ്ങനെ കൃത്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് 30 പേരടങ്ങുന്ന നമ്മളെ കുട്ടികൾക്ക് അവർക്ക് ഭാവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം ഒരു പുതിയ ലോകത്തേക്ക് അവർ എത്തിപ്പെടുകയാണ്. അതിന് നമ്മളെ കുട്ടികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അധ്യാപകർക്കൊക്കെ വലിയൊരു താല്പര്യമായിരുന്നു. അങ്ങനെ ആ ഒരു കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഒരു മുടക്കവും കൂടാതെ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നടന്നു പോയിരുന്നു. കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു ട്രെയിനറെയാണ്, ഒരു ഫാക്കൽറ്റിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഒരു സുഹൃത്തിനെ പോലെ അവരെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് കുറെ ചെയ്യാൻ കഴിയില്ലാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സാറ് ഇടയിൽ എനിക്ക് കഴിയും. ഈ 200-300 കുട്ടികളെ മുന്നിൽ ഈ എക്സാം എഴുതി കിട്ടിയത് തന്നെ വലിയ കാര്യം. അത്രക്കും ടാലന്റഡ് അതിനോണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം കിട്ടിയത്. അതിനോണ്ട് ഈ സന്തോഷിക്കാൻ ചെയ്യേണ്ടത്. എനിക്ക് കുറെ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടും സാർ ഇങ്ങനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇനിയും ക്ലാസ്സിൽ വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ക്ലാസ്സിൽ കുറച്ചൊരു പൊട്ടിത്തെറിയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും പറയുന്ന കാര്യം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ളൊരു മത്സര ബുദ്ധിയിൽ ആണ് അവർ ഏത് പ്രൊജക്റ്റും ചെയ്യുക. ഓരോ ഗ്രൂപ്പുകളും മറ്റ് ഗ്രൂപ്പിനിട്ട് മറ്റവരേക്കാളും ഫസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ വേഗം ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ഈ കുട്ടികൾ. എല്ലാ കാലിബറുള്ള കുട്ടികൾ ഒളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ പോലത്തെ സ്കൂളുകളിലാണ്. ഈ റോബോട്ടിക്സ് പോലത്തെ വലിയ കോഴ്സുകളൊക്കെ എത്തേണ്ട സ്ഥലം എന്താണ് ഈ ഗവൺമെന്റ് സ്കൂളുകൾ പോലത്തെ സാധാരണക്കാരിലോട്ടാണ്. അപ്പോൾ അത് എത്തിക്കുന്നതിന് വേണ്ട രീതിയിൽ, അതും സ്കൂളിന്റെ അക്കാദമിക്കിനോ മറ്റു കാര്യങ്ങൾക്കോ എക്സാമുകൾക്കൊന്നും കേടുപാട് പറ്റാത്ത രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള, എന്നാൽ വേണ്ടതൊക്കെ കൊടുക്കാനും കഴിയുന്ന, വേണ്ടാത്തതൊന്നും നമുക്ക് അനാവശ്യമായിട്ടുള്ളതൊന്നും ഉൾപ്പെടുത്താത്ത നല്ല വളരെ കാമ്പുള്ളൊരു കോഴ്സായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ പൊതു വിദ്യാലയങ്ങളിലും ഇത് വന്നാൽ അത്രയും നന്നാവും.